വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടാകുമല്ലേ? പക്ഷെ മടിയാണ്. എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നാൽ എത്ര ബെറ്റർ ആവും അല്ലേ? എന്ത് മനോഹരമായൊരു ലൈഫായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ മടിയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ആ ബെറ്റർ ലൈഫിലേക്ക് എത്തിച്ചേരാനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സെൽഫ് ടോക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്കതിന് സാധിക്കും എന്ന്, നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ വിശ്വസിക്കുകയും നിങ്ങൾ തന്നെ ഉറക്കെ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിനെ വലിയൊരു ചേഞ്ചിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ അതിനെ എഴുതി വയ്ക്കുക. അതിനെ പലപ്പോഴും വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. കാരണം അത് ഓരോ നിമിഷവും നിങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് അത് ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അതിനുവേണ്ടി ആ ലക്ഷ്യം കണ്ടെത്താനായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയുള്ള സമയങ്ങൾ കണ്ടെത്താനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനും ആ ലക്ഷ്യത്തിലെത്താനും ആ ആഗ്രഹങ്ങൾ സാധിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇത് തീർച്ച. മൂന്നാമതായിട്ട്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക. അതിലൂടെ അവർക്കുണ്ടാകുന്ന ഒരു പുഞ്ചിരി, അത് നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ച്, അത് വളരെ വലുതാണ്. കാരണം നമ്മൾ കാരണം മറ്റൊരാൾ പുഞ്ചിരിക്കുകയാണല്ലേ, അവരുടെ ലൈഫിലും നമ്മൾ കാരണം ഒരു പോസിറ്റീവ് ഫീൽ നൽകാൻ നമുക്ക് സാധിച്ചു. അത് വളരെ വലുതല്ലേ. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടുന്ന് പുറത്ത് വരിക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിലിരുന്ന് എങ്ങനെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകും? ഒരിക്കലും ആവില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു ചലഞ്ചസിനെ ഏറ്റെടുക്കാനുള്ള ആ ഒരു ധൈര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കാൻ ശ്രമിക്കരുത്. അഞ്ചാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ, ഇവയെല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണല്ലേ. അപ്പോൾ അതിനായിട്ട് മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പോഴും നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായിട്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായിട്ട്, നിങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് ഒക്കെ നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കുക. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ആ ഒരു ചേഞ്ച്, അതിലൂടെ മറ്റുള്ളവർക്കും നല്ലൊരു ലൈഫ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ആറാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നന്ദിയുള്ളവരാവുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിനെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരാവുക. അല്ലാതെ നമുക്ക് ലൈഫിൽ ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതിരിക്കുക. നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ലൈഫിൽ ഉള്ളത് അതിൽ എപ്പോഴും നന്ദിയുള്ളവരാവുക എന്നുള്ളത് തന്നെയാണ്. ഏഴാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഒരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ നേരവും ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതൽ നേരം ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നോട്ടിഫിക്കേഷൻ നോക്കുക, മെസ്സേജസ് നോക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട്. അപ്പോൾ അതായത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും ഇതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് ഉയർത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മളിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനും സാധ്യതയുണ്ട്. അത് നമ്മളിൽ വളരെയധികം നമ്മുടെ ലൈഫ് ചേഞ്ചിനെ ഒരുപാട് സഹായിക്കാനും സാധ്യതയുണ്ട്. എട്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുവെങ്കിൽ അത് ആ ഒരു ജോലിയിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം അത് ചെയ്യുന്നത് വഴി നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ കാര്യക്ഷമമായിട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാനും നമുക്ക് വളരെയധികം ആസ്വദിച്ച് ആ ജോലി ചെയ്തു തീർക്കാനും നമുക്ക് സാധിക്കും. അല്ലാതെ മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നോ ആ ഒരു ജോലിയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒൻപതാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നടക്കുന്നത് ചിലപ്പോൾ ജോലിക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുന്നതായിരിക്കാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് വളരെയധികം ഹാപ്പി ആവുകയും നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും.
പത്താമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വിഷ്വലൈസേഷനാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അത് സാധിക്കണ്ടേ, ആ ഒരു സാധിക്കേണ്ട കാര്യം എന്താണോ അതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നടന്നു കഴിഞ്ഞു, അത് നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ആ ഒരു ഫീല്, ആ ഒരു സന്തോഷം അതെല്ലാം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ ആ ഒരു ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റ് ആവുകയും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ലക്ഷ്യം സാധിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.